ദൈവജനത്തിനൊരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതെന്താണ്? ദൈവത്തോടുകൂടെ ജീവിക്കുന്നതാണ് ഈ സബത്ത് അനുഭവം. ഇത് മനുഷ്യരോടുകൂടെ ജീവിച്ച് മനുഷ്യൻ്റെ ഐഡിയോളജി ഇട്ടിട്ട് വാദിച്ചിട്ട് കാര്യമില്ല. ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തോടുകൂടെ ജീവിക്കാനാണ്, ആത്മാവാകുന്ന ദൈവത്തോടുകൂടെ ജീവിക്കാനാണ്. എൻ്റെ പ്രിയ മക്കളെ, ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. അതിൻ്റെ പെർഫെക്ഷനില്ല, 100% പെർഫെക്ഷനിലാണ് പറയുന്നത്. അത്ര ഒന്നും കാത്തിരിക്കേണ്ടെന്നേ, നമുക്ക് ഇന്നേ ദൈവത്തോടെ ജീവിക്കാം. ഇല്ല ബ്രദറെ, അതൊന്നും പറ്റില്ല ബ്രദറെ. ആരാ പറഞ്ഞ ബ്രദറെ? വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞങ്ങളുടെ കൂട്ടായ്മ ജോസഫേട്ടനോടും ഏലിക്കുട്ടിയോടും മിനിക്കുട്ടിയോടും ആണെന്നാണോ? അല്ല, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പിതാവിൻ്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. അപ്പൊ തന്നെ ഞങ്ങളുടെ മിനിക്കുട്ടിയോടും ഏലിക്കുട്ടിയോടും ജോസഫേട്ടനോടൊക്കെ കൂട്ടായ്മയുണ്ട്. ആ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ കണ്ടതും കേട്ടതും ഞങ്ങൾ ഭൂമിയിലുള്ള ഏലിക്കുട്ടിയോടും മിനിക്കുട്ടിയോടും ജോക്കപ്പേട്ടനോടൊക്കെ അറിയിക്കുന്നു. നിങ്ങൾ അതിൽ നടന്നാൽ നിങ്ങൾക്കും ഞങ്ങളോട്, പിതാവിനോടും പുത്രനോടും യോഹന്നാനോടും കൂട്ടായ്മയുണ്ട്. നമ്മൾ ഇവിടുന്ന് മരിച്ച് എല്ലാം കഴിഞ്ഞ് 1000 വർഷ ഭരണത്തിൻ്റെ സബത്തും കഴിഞ്ഞ്, സബത്ത് ഡേയും കഴിഞ്ഞ്, അതിൻ്റെ അപ്പുറം കയറുന്നതിന് മുമ്പ് തന്നെ നമുക്കിപ്പോൾ ദൈവത്തോട് വസിക്കാം. കാരണം നാം അവിടെ വീണ്ടും ജനിച്ചു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം അവിടെ വീണ്ടും ജനിച്ചു. അപ്പോൾ പുതിയ പൗരത്വത്തിൽ, പുതിയ സൃഷ്ടിയിൽ ജീവിക്കാൻ പഠിക്കണം.